പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയുണ്ടായിരുന്നു. അറിയോ? മാറ്റിക്കൊണ്ടുപോകാം. നീ എന്തിനാ വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് കൊടുത്ത ചില്ലി ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്പുട്ട് പൊട്ടിയ പോലെ എത്ര തരാ. അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതല്ലോ ചില പിച്ചക്കാരി ഛർദ്ദിച്ചു പോലെയാവും. നീ ആക്കിക്കൊണ്ടിരുന്നോ വല്ലോന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത് 10 അമ്പതിന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ലെന്നാ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടിപ്പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്നപ്പോ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എടാ ഞാൻ ഫ്രെഡി വിളിച്ചിരുന്നു. ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. എന്ന് പറഞ്ഞാൽ 5 കട്ടി നെല്ലി ആരാവുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയണ? അർത്ഥം പറയണ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന് കന്നഡയിൽ എന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡ രവിശങ്കറല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞില്ല, അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. ആ മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന. നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർന്ന നിന്റെ കൊലക്കില്ലടാ കമ്മീഷണർ. തേങ്ങാ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. തെക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരും കൊല്ലും, ഉള്ളിൽ ചെയ്യാൻ പറ്റടാ. പെരുന്നാളോ പൂരോ പക്ഷെ വരാൻ പപ്പനെ കിട്ടില്ല, കൊണ്ടോണ്ടി വരും. നോക്ക്, ഇത് സ്ഥലം മരുതൂർമലയാ. എന്റെ പേര് കാട്ടുപള്ളി പപ്പന്ന. നീ പോ മോനെ ദിനേശ, ഇത് സ്ഥലം മഹാലമ്പ. ഒഴിഞ്ഞ വയറ്റത്ത് കൊട്ടി തൊണ്ടകീറി പാട്ടുപാടി കിട്ടുന്ന ചിലറുകൊണ്ട് അരി വാങ്ങി അന്നം വിളമ്പി അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മ പറയും എനിക്ക് വിശപ്പില്ലെന്ന്. അമ്മയുടെ വിചാരം അപ്പനെ പോലെ കൂലിത്തല്ലിന് ഇറങ്ങിയിട്ട് കിട്ടണ കാശാതെന്ന. വാസ്തവം നമുക്കെല്ലാം അറിയും. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന ആളാവാ. മതി, ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വിഷയം ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റാൻ കൊള്ളൂല്ലേ? സമയത്തിന് അടി കിട്ടി. ചേച്ചിയെ 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 അമ്മേ, ഒരടി മിസ്സായില്ല. കുറച്ച് ബിസ്ക്കറ്റ് എനിക്ക് തരോ? ബിസ്ക്കറ്റ് ഇത് രൂപമായിട്ടാണ് അറിയാവോടാ. പോയി പണിയെടുക്കണം. എന്നിട്ട് മുതലാളി 15 ആയാലും ഈ പട്ടിയുടെ ഒരു ഭാഗ്യേ. മുതലാളി ഇതാരൊക്കെ നിൽക്കണ ദീപന്റെ കേട്ടൽ അബുസലീമായിട്ട് ഇന്നൊരാദ്യ ഉറപ്പാ. അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പകുതിക്ക് വെച്ച് നിർത്തരുത്. അതിനുള്ള കമ്പി സിമെന്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഏർപ്പെട്ടിറങ്ങാൻ പറ്റോ. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിൽക്കണേ.
ഏതായാലും മുക്കരി പള്ളി കയറി ഇനി ഓതിയിട്ടിറങ്ങാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. കണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ, അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ ആ മുഖം ഞങ്ങളിൽ മായി